ഹായ് ആസ്പിരൻസ്. അപ്പോൾ എല്ലാവർക്കും സൈലന്റ് ബാങ്കിങ്ങിന്റെ മറ്റൊരു സെഷനിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് RRB ക്ലർക്ക് മെയിൻസിൽ ചോദിച്ച ഒരു മെമ്മറി ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം വൈകിക്കാതെ തന്നെ നമ്മുടെ ടോപ്പിക്കിലോട്ട് നമുക്ക് പോവാം. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് നോക്കാം. ഒരു DI സെഷൻ ആണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് അതിൽ തന്നിരിക്കുന്ന കണ്ടന്റ് എപ്പോഴും നിങ്ങൾ DIയുടെ ആദ്യം വായിച്ചു നോക്കുന്നത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, the different number of the postpaid and prepaid SIM cards from 5 different companies. അല്ലെ, 5 ഡിഫറെന്റ് കമ്പനീസ് പോസ്റ്റ് പെയ്ഡും പ്രീപെയ്ഡും സോൾഡ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അല്ലെ, ഓക്കെ, അതാണ് തന്നിരിക്കുന്നത്. ദ ഗീവൺ ബിലോ ലൈൻ ഗ്രാഫ്, ഞാൻ അത് ഷോ ചെയ്യാം. The given below line graph shows the total number of prepaid and postpaid SIM cards sold by 5 companies and also difference between the number of prepaid and postpaid SIM cards sold by the 5 companies എന്നാണ് പറയുന്നത്. അല്ലേ, അപ്പോൾ ലൈൻ ചാർട്ട് എന്തിനേക്ക് റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്? പോസ്റ്റ് പെയ്ഡിന്റെയും പ്രീപെയ്ഡിന്റെയും സമ്മും ഇതിന്റെ ഡിഫറൻസും എന്ത് ചെയ്യുന്നുണ്ട്? പറഞ്ഞു പോകുന്നുണ്ട്. അല്ലെ, ഓക്കെ. ഇനി എന്ത് നമുക്ക് പറയുന്നുണ്ട്? ദ നമ്പർ ഓഫ് ദി പോസ്റ്റ് പെയ്ഡ് സിം കാർഡ് സോൾഡ് ഫ്രം കമ്പനി സി ഈസ് 70 എന്നാണ് പറയുന്നത്. അല്ലെ, സി എന്ന് പറയുന്ന കമ്പനിയിൽ നിന്നും പോസ്റ്റ് പെയ്ഡ് സോൾഡ് ചെയ്തത് എത്രയെന്ന് തന്നിട്ടുണ്ട്? എക്സാക്ട്ലി 70 ആണ് എന്നും തന്നിട്ടുണ്ട്. അല്ലെ, ഓക്കെ. അപ്പൊ നമുക്ക് ഗ്രാഫിലോട്ട് പോവാം. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ഗ്രാഫ്. അല്ലെ, ഒരു വേരിയബിൾ ബേസ്ഡ് ആയിട്ടുള്ള ലൈൻ ഗ്രാഫ് ആണ് നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത്. അല്ലെ, ഓക്കെ. അതില് ബ്ലൂ ലൈൻ റെപ്രസെന്റ് ചെയ്യുന്ന എന്തിനാണ്? ദ ടോട്ടൽ നമ്പർ ഓഫ് പ്രീപെയ്ഡ് ആൻഡ് പോസ്റ്റ് പെയ്ഡ് സിം കാർഡ് സോൾഡ് ബൈ 5 കമ്പനീസ് എന്നാണ് പറയുന്നത്. അല്ലെ, പ്രീപെയ്ഡും അതുപോലെ തന്നെ പോസ്റ്റ് പെയ്ഡിന്റെയും സമ്മാണ് നമ്മുടെ എക്സാക്ട്ലി ഈ ബ്ലൂ ലൈൻ റെപ്രസെന്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ റെഡ് ലൈൻ എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നത്? ദ ഡിഫറൻസ് ഓഫ് ദി ടോട്ടൽ നമ്പർ ഓഫ് പ്രീപെയ്ഡ് ആൻഡ് പോസ്റ്റ് പെയ്ഡ് ആണ് എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നത്? ഈ റെഡ് ലൈന് റെപ്രസെന്റ് ചെയ്യുന്നു എന്നും പറയുന്നുണ്ട്. അല്ലെ, ഓക്കെ. ഇനി ഓൾ ദ ഗിവൺ കമ്പനീസ് പ്രീപെയ്ഡ് സിം കാർഡ് ഗ്രേറ്റർ ദാൻ പോസ്റ്റ് പെയ്ഡ് സിം കാർഡ് എന്നാണ് പറയുന്നത്. അല്ലെ, ഏത് കേസ് എടുത്താലും നമുക്ക് എന്താണ് പറയാൻ പറ്റുക? ഏത് കമ്പനീസ് എടുത്താലും പ്രീപെയ്ഡിന്റെ നമ്പേഴ്സ് സോൾഡ് പോസ്റ്റ് പെയ്ഡിന്റെ നമ്പേഴ്സ് സോൾഡിനേക്കാൾ എന്തെന്ന് പറയുന്നത്? കൂടുതലാകുന്നു എന്നാണ് പറയുന്നത്. അല്ലെ, അപ്പൊ നമുക്ക് എങ്ങനെയാണ് ആ കൺസേൺഡ് ആയിട്ടുള്ള DI സോൾവ് ചെയ്യേണ്ടത് നോക്കാം കേട്ടോ. അപ്പൊ നമുക്ക് ഇവിടെ ഒരു വളരെ വലിയ ക്ലൂ തന്നെ തന്നിട്ടുണ്ട്. അല്ലെ, എന്താ തന്നിരിക്കുന്നത്? ദി നമ്പർ ഓഫ് പോസ്റ്റ് പെയ്ഡ് സിം കാർഡ് സോൾഡ് ഫ്രം കമ്പനി സി ഈസ് 70 എന്നാണ് പറയുന്നത്. അല്ലെ, അപ്പോ സി എന്ന് പറയുന്ന കമ്പനിയിൽ പോസ്റ്റ് പെയ്ഡ് എത്ര സോൾഡ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്? 70 എണ്ണം സോൾഡ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അല്ലെ, ഓക്കെ. അപ്പോൾ നമുക്ക് നോക്കാം കേട്ടോ. ഇതാണ് സി എന്ന് പറയുന്ന കമ്പനി. അല്ലെ, അപ്പോ ഈ 5Q എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നത് നോക്ക്. എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നത്? പ്രീപെയ്ഡ് പ്ലസ് പോസ്റ്റ് പെയ്ഡിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അല്ലെ, നമുക്ക് ജസ്റ്റ് ഒന്ന് എഴുതാം. അതായത് പ്രീപെയ്ഡ് പ്ലസ് പോസ്റ്റ് പെയ്ഡ്. അല്ലെ, ശ്രദ്ധിക്കൂ നിങ്ങൾ, പ്രീപെയ്ഡ് പ്ലസ് പോസ്റ്റ് പെയ്ഡ് ആണ് എന്തെന്ന് ഉദ്ദേശിക്കുന്നത്? എക്സാക്ട്ലി 5Q എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലെ, അതേപോലെ തന്നെ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? പ്രീപെയ്ഡ് മൈനസ് പോസ്റ്റ് പെയ്ഡ് തന്നിട്ടുണ്ട്. അല്ലെ, അപ്പൊ പ്രീപെയ്ഡ് മൈനസ് പോസ്റ്റ് പെയ്ഡ് എന്ന് പറയുന്നത് നമുക്ക് എത്ര തന്നിരിക്കുന്നത്? 3x/2 എന്നാണ് തന്നിരിക്കുന്നത്. അല്ലെ, 3x/2 എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ എങ്ങനെയും കൂടെ എഴുതാം? 1.5Q എന്ന് പറയുന്ന രീതിയിലും നമുക്ക് എഴുതാം. അല്ലെ, ഓക്കെ. 1.5Q എന്ന് പറയുന്ന പെർസ്പെക്റ്റീവിലും നമുക്ക് എഴുതാൻ പറ്റുന്നതാണ്. ഇനി ഒരു കാര്യം പറയുന്നുണ്ട്, പോസ്റ്റ് പെയ്ഡിന്റെ നമ്പർ എന്ന് പറയുന്നത് എത്ര തന്നിരിക്കുന്നത്? 70 എന്നാണ് തന്നിരിക്കുന്നത്. അല്ലെ, അപ്പൊ പോസ്റ്റ് പെയ്ഡിന്റെ അവിടെ നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും? ഇവിടെ എക്സാക്ട്ലി 70 എന്ന് കൊടുക്കാം. ഇവിടെയും നമുക്ക് എന്ത് കൊടുക്കാം? എക്സാക്ട്ലി 70 എന്ന് കൊടുക്കാം. അല്ലെ, അപ്പൊ നമ്മൾ ഈ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും? എക്സാക്ട്ലി പ്രീപെയ്ഡ് ക്യാൻസൽ ആയി പോകും. 70 മൈനസ് 70 എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എത്ര വരിക? 140 എന്ന് പറയുന്ന റിസൾട്ട് ആണ് നമുക്ക് കിട്ടുക. അല്ലെ, വിച്ച് ഈസ് ഈക്വൽ ടു എത്ര വരിക? 5 മൈനസ് 1.5 വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടുക? 3.5Q ആണ് കിട്ടുക. അല്ലെ, അപ്പൊ ക്യൂവിന്റെ റിസൾട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. 3.5 എത്ര ടൈംസ് ചെയ്താലാണ് 140 കിട്ടുക? എക്സാക്ട്ലി 40 ടൈംസ് ആണ് ചെയ്യേണ്ടത്. അല്ലെ, അപ്പൊ ക്യൂവിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് നമുക്ക് എക്സാക്ട്ലി എത്ര കിട്ടുക? 40 എന്ന് പറയുന്ന റിസൾട്ട് ആണ് നമുക്ക് കിട്ടുക. അല്ലെ, അപ്പൊ ക്യൂവിന്റെ റിസൾട്ട് 40 കിട്ടിയാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഗ്രാഫ് കംപ്ലീറ്റ്ലി നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അല്ലെ, അതായത് നമുക്കൊന്ന് നോക്കാം. ഇവിടെ 4Q എന്ന് പറയുമ്പോൾ ടോട്ടൽ എത്ര പറയാൻ പറ്റും? നമുക്ക് ഇവിടെ 160 എന്ന് പറയാൻ പറ്റും. അല്ലെ, ഓക്കെ. അതുപോലെ തന്നെ 6Q എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇവിടെ 6 × 40. അല്ലെ, which is equal to 240 എന്ന് പറയാൻ പറ്റും. 5Q എന്ന് പറയുമ്പോൾ 5 × 40
which is equal to 200 എന്ന് നമുക്ക് ഇവിടെ പറയാൻ പറ്റും. അതുപോലെ തന്നെ 3q plus 20 എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ പറയാൻ പറ്റും, 3 into 40 120, 120 plus 20 എന്ന് പറയുമ്പോൾ 140. പിന്നെ ഇവിടെ ഓൾറെഡി ഗിവൺ 180 തന്നിട്ടുണ്ട് അല്ലെ. ഓക്കെ, അപ്പൊ നമുക്കത് ചെയ്യാനില്ല. ഇവിടെ 8 തന്നിട്ടുണ്ട്, ഇവിടെ 8 തന്നിട്ടുണ്ട്. 3q/2 എന്ന് പറഞ്ഞാൽ 3 into 40. ഓക്കെ, 120/2 എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര കിട്ടുക, 60 എന്ന് പറയുന്ന റിസൾട്ട് ആണ് നമുക്ക് കിട്ടുക അല്ലെ. 60 എന്ന റിസൾട്ട് ആണ് നമുക്ക് ഇവിടെ കിട്ടുക. ദെൻ 2q എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ പറയാൻ പറ്റും, 2 into 40 which is equal to 80 ആണ് അല്ലെ. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ എല്ലാ ഡീറ്റെയിൽസും എന്ത് ചെയ്തിട്ടുണ്ട്, കിട്ടിയിട്ടുണ്ട് അല്ലെ. ഇനി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എത്ര എണ്ണമാണ് പ്രീപെയ്ഡ്, അതുപോലെ തന്നെ എത്ര എണ്ണമാണ് പോസ്റ്റ് പെയ്ഡ് എന്നുള്ളതും കൂടെ കണ്ടുപിടിച്ചാൽ നമ്മുടെ കാൽക്കുലേഷൻസ് കുറച്ചും കൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വളരെ എളുപ്പത്തിൽ തന്നെ വർക്ക്ഔട്ട് ചെയ്ത് പോകാൻ പറ്റും അല്ലെ. അതായത് ഓരോ സെക്ഷൻ എടുക്കുമ്പോഴും പ്രീപെയ്ഡ് എത്രയാണ് വരുന്നത്, പോസ്റ്റ് പെയ്ഡ് എത്രയാണ് വരുന്നത് എന്ന് അറിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്ത് നോക്കാൻ പറ്റും അല്ലെ. അപ്പൊ നമുക്കറിയാം പ്രീപെയ്ഡിന്റെ കണ്ടന്റ് ആണ് പോസ്റ്റ് പെയ്ഡിന്റെ കണ്ടന്റിനേക്കാൾ കൂടുതൽ വരുന്നത് ഇൻ ടേംസ് ഓഫ് സെയിലിന്റെ യൂണിറ്റ് അല്ലെ. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് കേസ് നോക്കാം അല്ലെ. ഇവിടെ നമുക്ക് പ്രീപെയ്ഡും പോസ്റ്റ് പെയ്ഡും കൂടെ സം ആണ് എന്തെന്ന് പറയുന്നത് 160 എന്ന് പറയുന്നത് അല്ലെ. പ്രീപെയ്ഡ് മൈനസ് പോസ്റ്റ് പെയ്ഡ് ആണ് എന്തെന്ന് പറയുന്നത് 80 എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെ. അപ്പൊ നമ്മളിപ്പോ ജസ്റ്റ് ഇപ്പോ a പ്ലസ് ബി എന്ന് പറയുന്നത് ഇവിടെ 160 ആണെങ്കിൽ a മൈനസ് ബി എന്ന് പറയുന്നത് എത്രയാണ് ഉദ്ദേശിക്കുന്നത്, 80 എന്നാണ് ഉദ്ദേശിക്കുന്നത് അല്ലെ. അപ്പൊ ഇത് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും, 2b എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്, 160 മൈനസ് 80 എന്ന് പറയുമ്പോൾ 80ക്ക് ഈക്വൽ ആണ്. അപ്പൊ ബിയുടെ കറസ്പോണ്ടിങ് വാല്യൂ എന്ന് പറയുമ്പോൾ 40 ആണ് വരിക അല്ലെ. അതായത് ബി എന്ന് പറയുന്നത് എന്താണ് ഉദ്ദേശിക്കുന്നത്, പോസ്റ്റ് പെയ്ഡിന്റെ കേസ് ആണ് ഉദ്ദേശിക്കുന്നത് അല്ലെ. അപ്പൊ നമുക്ക് ഓരോന്നും ഒന്ന് നോക്കാം. പ്രീപെയ്ഡിന്റെ കേസ്, അതുപോലെ തന്നെ പോസ്റ്റ് പെയ്ഡിന്റെ കേസ് അല്ലെ. ഇപ്പൊ എയുടെ കേസാണ് നമ്മളിവിടെ നോക്കുന്നത് എങ്കിൽ നമുക്ക് എക്സാക്ട്ലി എന്ത് പറയാൻ പറ്റും, a പ്ലസ് ബി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് പ്രീപെയ്ഡും ഇത് പോസ്റ്റ് പെയ്ഡുമായിട്ടും കൺസിഡർ ചെയ്യാം, ഇത് പ്രീപെയ്ഡും ഇത് പോസ്റ്റ് പെയ്ഡ് ആയിട്ടും കൺസിഡർ ചെയ്യാം നമ്മള്. അപ്പൊ നമുക്ക് എക്സാക്ട്ലി എത്ര കിട്ടും ഒന്ന് നോക്കൂ നിങ്ങൾ. എക്സാക്ട്ലി ബിയുടെ വാല്യൂ 40 എന്ന് പറഞ്ഞാൽ പോസ്റ്റ് പെയ്ഡ് എത്ര വരിക, 40 ആണ് വരിക അല്ലെ. അപ്പൊ പോസ്റ്റ് പെയ്ഡ് 40 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, ബി 40 ആണെങ്കിൽ എ നമുക്ക് എക്സാക്ട്ലി എന്ത് പറയാൻ പറ്റും, റിമൈനിങ് ഉള്ള 120 ആണ് വരിക അല്ലെ. ഓക്കെ, അപ്പൊ പ്രീപെയ്ഡ് എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടുക, 120 ആണ് കിട്ടുക അല്ലെ. ഓക്കെ, ഇനി അതേപോലെ തന്നെ രണ്ടാമത്തെ കേസ് നമുക്ക് നോക്കാം അല്ലെ. 240 80 എന്നാണ് പറയുന്നത് അല്ലെ. അതായത് പ്രീപെയ്ഡ് പോസ്റ്റ് പെയ്ഡിനേക്കാൾ എത്ര കൂടുതലായിരിക്കണം എന്നാണ് പറയുന്നത്, 80 കൂടുതലായിരിക്കണം എന്നാണ് പറയുന്നത് അല്ലെ. അപ്പൊ പ്രീപെയ്ഡും പോസ്റ്റ് പെയ്ഡും ഈക്വൽ ആണെങ്കിൽ എങ്ങനെ വരിക, 120 ആണ് വരിക അല്ലെ. പക്ഷെ പ്രീപെയ്ഡ് പോസ്റ്റ് പെയ്ഡിനേക്കാൾ എത്ര കൂടുതലായിരിക്കണം, 80 കൂടുതലായിരിക്കണം അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി, 80/2 ചെയ്യുക. കാരണം പ്രീപെയ്ഡും പോസ്റ്റ് പെയ്ഡുമാണുള്ളത്, രണ്ട് ടേംസ് ആണ് ഇവിടെ ഉള്ളത്. അപ്പൊ 80/2 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുക, 40 ആണ് കിട്ടുക അല്ലെ. അപ്പൊ 120ന്റെ കൂടെ നമ്മൾ എന്ത് ആഡ് ചെയ്യുക, 40 ആഡ് ചെയ്യുക. അപ്പൊ കോൺസിക്യൂട്ട്ലി മറ്റൊരാൾക്ക് എന്ത് സംഭവിക്കും, 120ൽ നിന്നും 40 കുറയും അല്ലെ. ഓക്കെ, അപ്പൊ 120ന്റെ കൂടെ 40 ആഡ് ചെയ്താൽ 160 ആണ് കിട്ടുക. അതേപോലെ തന്നെ 120ൽ നിന്നും 40 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടുക, എക്സാക്ട്ലി 80 എന്ന് പറയുന്ന റിസൾട്ട് ആണ് നമുക്ക് കിട്ടുക അല്ലെ. അങ്ങനെ നമുക്ക് ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ നമ്മളിപ്പോ റീസെന്റ് ചെയ്ത പോലെ തന്നെ ഇപ്പോ a പ്ലസ് ബിയുടെ ടേം ഇവിടെ ചെയ്യുമ്പോൾ a പ്ലസ് ബി എന്ന് പറയുമ്പോൾ നമുക്ക് എത്രയാണ്, 240 ആണ് വരിക. a മൈനസ് ബി എന്ന് പറയുന്ന 80 ആണ് വരിക. അപ്പൊ നമുക്ക് ഇവിടെ എത്ര കിട്ടുക, 2b എന്ന് പറയുന്ന 160 ആണെങ്കിൽ ബിയുടെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് എക്സാക്ട്ലി മീൻ ചെയ്യുന്നത്, നമ്മൾ എക്സാക്ട്ലി ബി എന്ന് പറഞ്ഞാൽ ലോവർ വാല്യൂ, അതായത് പോസ്റ്റ് പെയ്ഡിന്റെ വാല്യൂ ആണ് വരിക. അതായത് 80 എന്ന് പറയുന്ന റിസൾട്ട് ആണ് ഇവിടെ കിട്ടുക അല്ലെ. ഓക്കെ, അപ്പൊ പോസ്റ്റ് പെയ്ഡ് 80 ആണെങ്കിൽ പ്രീപെയ്ഡ് എത്ര വരിക, റിമൈനിങ് ഉള്ള 160 ആണ് വരിക അല്ലെ. ഇങ്ങനെ നമുക്ക് പറഞ്ഞു പോകാൻ പറ്റും അല്ലെ. ഓക്കെ, ഇനി മൂന്നാമത്തെ കേസ് നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്, ഈ രീതിയിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ ചെയ്തു നോക്കാം. അത് അല്ലെങ്കിലും നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട് അല്ലെ. സിയില് പോസ്റ്റ് പെയ്ഡിന്റെ എണ്ണം എന്ന് പറയുന്നത് 70 എന്നാണ് തന്നിരിക്കുന്നത് അല്ലെ. അത് ഡീറ്റെയിൽ ആയിട്ട് തന്നിട്ടുണ്ട്. പോസ്റ്റ് പെയ്ഡിന്റെ എണ്ണം 70 ആണെങ്കിൽ നമുക്ക് പ്രീപെയ്ഡിന്റെ എണ്ണം എന്ന് പറയുമ്പോൾ എത്ര വരിക, ടോട്ടൽ 200 ആണ്. പോസ്റ്റ് പെയ്ഡ് 70 എന്ന് പറയുമ്പോൾ പ്രീപെയ്ഡ് എന്ന് പറയുമ്പോൾ എക്സാക്ട്ലി എത്ര ഉണ്ടാവുക, 130 ആണ് ഉണ്ടാവുക അല്ലെ. ഇങ്ങനെ പറഞ്ഞു പോവുക അല്ലെ. ഓക്കെ, ഇനി നെക്സ്റ്റ് കേസ് ഇവിടെയും എത്ര പറയുന്നത്, 140 80 എന്നാണ് പറയുന്നത് അല്ലെ. ഇവിടെയും നമുക്ക് എങ്ങനെ ചെയ്ത് നോക്കാൻ പറ്റും, a പ്ലസ് ബി എന്ന് പറയുന്നത് 140 ആണ്, a മൈനസ് ബി എന്ന് പറയുന്നത് എത്ര വരിക, 80 ആണ് വരിക. അപ്പൊ നമുക്ക് കിട്ടുന്ന 2b എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്, 60ക്ക് ഈക്വൽ ആണ് അല്ലെ. അപ്പൊ 2b 60ക്ക് ഈക്വൽ ആണെങ്കിൽ
ബിയുടെ കറസ്പോണ്ടിങ് വാല്യൂ എന്ന് പറയുമ്പോൾ 30 ആണ് അല്ലെ. അത് പോസ്റ്റ് പെയ്ഡിന്റെ വാല്യൂ എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര റിസൾട്ട് കിട്ടുക? 30 എന്ന് പറയുന്ന റിസൾട്ട് ആണ് കിട്ടുക. അപ്പോൾ റിമൈനിങ് ഉള്ള 110 ആണ് എന്തിന്റെ വാല്യൂ വരിക? പ്രീപെയ്ഡിന്റെ വാല്യൂ വരിക അല്ലെ. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ചെയ്താൽ മതി. 140 എന്ന് പറയുമ്പോൾ 70 ആണ് ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ വരിക. ഒരാൾക്ക് മറ്റൊരാളേക്കാൾ 80 കൂടണം പറയുമ്പോൾ 80/2 40 ചെയ്യാം. അപ്പൊ 70ന്റെ കൂടെ 40 ഒരാൾക്ക് ആഡ് ചെയ്യാം. 70ൽ നിന്നും 40 ഒരാൾക്ക് ലെസ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് എന്ത് കിട്ടും? എക്സാക്ട് ഡിസൈഡ് റിസൾട്ട് കിട്ടും കേട്ടോ. ഓക്കെ, ഇനി അതേപോലെ തന്നെ ഇയുടെ കേസ് അല്ലെ, നമുക്കറിയാം സമ്മ് 180 ആണ് വരിക, ഡിഫറൻസ് 100 ആണ് വരിക അല്ലെ. അപ്പൊ നമ്മൾ നേരത്തെ ചെയ്ത പോലെ ചെയ്ത് നോക്കിയാൽ മതി. അതായത് നമ്മൾ എന്ത് ചെയ്താൽ മതി? 90 ആണെന്ന് കൺസിഡർ ചെയ്യാം. 100 ആണ് ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പൊ 100/2 50 എന്ന് പറയാൻ പറ്റും. അപ്പൊ 90ന്റെ കൂടെ ഒരാൾക്ക് എന്ത് ചെയ്യുക? എക്സാക്ട്ലി 50 ആഡ് ചെയ്ത് കൊടുക്കുക അല്ലെ. അപ്പൊ 90 + 50 എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എത്ര വരിക? 140 ആണ് വരിക. ഇനി അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്താൽ മതി? 90ൽ നിന്നും 50 കുറയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എത്ര വരിക? 40 എന്ന് പറയുന്ന റിസൾട്ട് ആണ് നമുക്ക് കിട്ടുക അല്ലെ. 140 + 40 180. 140യും 40 നമ്മൾ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ ഇത്ര കിട്ടിയത് നമുക്ക് എക്സാക്ട്ലി 100 എന്ന് പറയുന്ന റിസൾട്ട് ആണ് കിട്ടുക അല്ലെ. അപ്പൊ ഇങ്ങനെ ഒരു വേരിയബിൾ ബേസ്ഡ് ആയിട്ടുള്ളതും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വളരെ എളുപ്പത്തിൽ തന്നെ കോൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഇതിന്റെ സബ് ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. ഫൈൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ നമ്പർ ഓഫ് ദി പോസ്റ്റ് പെയ്ഡ് സിം കാർഡ്സ് സോൾഡ് ബൈ കമ്പനി എ ആൻഡ് ബി ടുഗദർ എന്നാണ് പറയുന്നത് അല്ലെ. അപ്പൊ പോസ്റ്റ് പെയ്ഡ് എ ആൻഡ് ബി ടുഗദർ എന്നാണ് പറയുന്നത് അല്ലെ. അപ്പൊ പോസ്റ്റ് പെയ്ഡ് എ ആൻഡ് ബി ടുഗദർ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? എക്സാക്ട്ലി 80 അതുപോലെ തന്നെ 40 അല്ലെ. പോസ്റ്റ് പെയ്ഡ് എ ആൻഡ് ബി എന്നാണ് പറയുന്നത്. ഓക്കെ, ആൻഡ് ദി നമ്പർ ഓഫ് ദി പ്രീപെയ്ഡ് സിം കാർഡ് സോൾഡ് ബൈ സി ആൻഡ് ഡി അല്ലെ. പ്രീപെയ്ഡ് സിയും ഡിയും എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. അപ്പൊ എത്ര വരിക? 130 140 എന്നാണ് പറയുന്നത് അല്ലെ. അപ്പൊ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് എത്ര വരിക? 130 140 എന്ന് പറയുമ്പോൾ ഇവിടെ എത്ര വരിക? 270 ആണ് വരിക. ഇവിടുത്തെ റിസൾട്ട് എന്ന് പറയുമ്പോൾ 120 ആണ് വരിക അല്ലെ. അപ്പൊ നമുക്ക് എന്താണ് റിക്വയർഡ് ആയിട്ട് വരുന്നത്? എക്സാക്ട്ലി ഡിഫറൻസ് എന്നാണ് പറയുന്നത് അല്ലെ. അപ്പോ the number of the prepaid SIM card sold by C and D together എന്നാണ് പറയുന്നത് അല്ലെ. അപ്പൊ പ്രീപെയ്ഡ് സോറി 1 സെക്കൻഡ്, ഒരു ചെറിയ എറർ വന്നിട്ടുണ്ട്. ഓക്കെ, 1 സെക്കൻഡ്. ഓക്കെ, സോറി, സി ആൻഡ് ഡി ആണ് പറയുന്നത് അല്ലെ. ഓക്കെ. അപ്പൊ സി ആൻഡ് ഡി എന്ന് പറയുമ്പോൾ എത്ര വരിക? സി ആൻഡ് ഡി എന്ന് പറയുമ്പോൾ എത്ര വരിക? 130യും 110ഉമാണ് വരിക അല്ലെ. അപ്പൊ ശ്രദ്ധിക്കും നിങ്ങൾ, 130 എന്ന് പറയുന്നതും അതുപോലെ തന്നെ 110ഉമാണ് വരിക അല്ലെ. അപ്പൊ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുമ്പോൾ എത്ര വരിക? 240 ആണ് വരിക അല്ലെ. അപ്പൊ ശ്രദ്ധിക്കുക, സി പ്ലസ് ഡി എന്ന് പറയുമ്പോൾ എത്ര വരിക? എക്സാക്ട്ലി 130 + 110 ആണ് വരിക. അതുപോലെ തന്നെ എ പ്ലസ് ബി എന്ന് പറയുമ്പോൾ എത്ര വരിക? എക്സാക്ട്ലി 40 80 120 ആണ് വരിക അല്ലെ. അപ്പൊ നമുക്ക് കിട്ടുന്ന ഡിഫറൻസ് എന്ന് പറയുന്നത് എക്സാക്ട്ലി എത്ര ആയിരിക്കും വരിക? 120 എന്ന് പറയുന്ന റിസൾട്ട് ആയിരിക്കും വരിക അല്ലെ. which is equal to എത്ര വരിക? ഓപ്ഷൻ ബി ആണ് വരിക അല്ലെ. ഓക്കെ, ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓപ്ഷൻസ് ഈസ് ഓർ ആർ ട്രൂ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. ദ റേഷ്യോ ഓഫ് ദി പോസ്റ്റ് പെയ്ഡ് ആൻഡ് പ്രീപെയ്ഡ് സിം കാർഡ് സോൾഡ് ബൈ സി ഈസ് 2:1 എന്നാണ് പറഞ്ഞത് അല്ലെ. അപ്പൊ സിയിൽ ഏതൊക്കെ തമ്മിലുള്ള റേഷ്യോ ആണ് ചോദിച്ചിരിക്കുന്നത്? പോസ്റ്റ് പെയ്ഡും പ്രീപെയ്ഡും അല്ലെ. സിയിൽ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ the ratio of the postpaid and prepaid SIM card sold by C is 2:1 എന്നാണ് പറയുന്നത് അല്ലെ. അതായത് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കാം, എല്ലാ കേസിലും പ്രീപെയ്ഡ് ആണ് പോസ്റ്റ് പെയ്ഡിനെക്കാട്ടും കൂടുതൽ എന്ന് പറയുന്നുണ്ട് അല്ലെ. അപ്പൊ ഇവിടെ റേഷ്യോ പ്രകാരം പോസ്റ്റ് പെയ്ഡ് പ്രീപെയ്ഡിനെക്കാട്ടിലും കൂടുന്നുണ്ട്. അപ്പൊ അത് എന്തായാലും തെറ്റായിരിക്കും കേട്ടോ. അത് നോക്കേണ്ട ആവശ്യമേ ഇല്ല. ദ ടോട്ടൽ സിം കാർഡ് സോൾഡ് ബൈ കമ്പനി ഡി ഈസ് 150 എന്നാണ് പറയുന്നത് അല്ലെ. അപ്പൊ കമ്പനി ഡി ടോട്ടൽ എത്രയാണ്? 110 + 30 ആണ് വരിക, 140 ആണ് വരിക ടോട്ടല്. അപ്പൊ ഇവിടെ 140 ആണ് വരിക. അപ്പൊ ഇതും എന്താണ് വരിക? എക്സാക്ട്ലി തെറ്റാണ് വരിക അല്ലെ. The total prepaid SIM card sold by D and E together is 240 എന്നാണ് പറയുന്നത് അല്ലെ. അപ്പോ പ്രീപെയ്ഡ് ഡി ആൻഡ് ഇ 240 എന്നാണ് പറയുന്നത് അല്ലെ. അപ്പൊ പ്രീപെയ്ഡ് ഡി ആൻഡ് ഇ എന്ന് പറയുമ്പോൾ എത്ര വരിക? 110ഉം 140ഉമാണ് വരിക അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുമ്പോൾ 110ഉം 140 which is equal to 250 ആണ് വരിക. ഇവിടെ 240 ആണ് വന്നിരിക്കുന്നത്, അത് തെറ്റാണ് വരിക അല്ലെ. The difference of the prepaid SIM card sold by കമ്പനി എ ടു ബി ഈസ് 40 എന്നാണ് പറയുന്നത് അല്ലെ. അപ്പൊ പ്രീപെയ്ഡ് സിം കാർഡിന്റെ ഡിഫറൻസ് കമ്പനി എയും ബിയും 40 എന്നാണ് പറയുന്നത് അല്ലെ.
അപ്പൊ എയും ബിയും തമ്മിലുള്ള പ്രീപെയ്ഡിന്റെ സെയിൽസിന്റെ ഡിഫറൻസ് എത്ര വരിക? 120/60 എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എത്ര വരിക? എക്സാക്ട്ലി 40 തന്നെയാണ് കിട്ടുക അല്ലെ. അത് തന്നെയാണ് ഇവിടെയും തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് എക്സാക്ട് ആയിട്ടുള്ള ഉത്തരമാണ് വരിക അല്ലെ. ഓക്കെ, ശരി. അടുത്ത നോക്കാം. ഫൈൻഡ് ദി റേഷ്യോ ഓഫ് ദി ടോട്ടൽ നമ്പർ ഓഫ് സിം കാർഡ് സോൾഡ് ബൈ കമ്പനീസ് എ ബി ആൻഡ് സി ടുഗദർ എന്നാണ് പറയുന്നത് അല്ലെ. അപ്പൊ എ ബി ആൻഡ് സി ടുഗദർ പറയുന്നത് എന്താണ് ഉദ്ദേശിക്കുന്നത്? ടോട്ടൽ നമ്പർ ഓഫ് സിം കാർഡ്സ് എന്നാണ് പറയുന്നത് അല്ലെ. അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് സിം കാർഡ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇവിടെ എ വന്നിട്ട് 160 ആണ് വരിക, ബി വന്നിട്ട് 240 ആണ് വരിക. ഓക്കെ, ഇവിടെ ഉണ്ടല്ലോ അല്ലെ, നമുക്കിത് നോക്കാം. അപ്പോൾ ടോട്ടൽ 160, അതുപോലെ തന്നെ 240, അതുപോലെ തന്നെ 200 ആണ് വരിക അല്ലെ. വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടുക? എക്സാക്ട്ലി 600 എന്ന് പറയുന്ന റിസൾട്ട് ആണ് നമുക്ക് കിട്ടുക അല്ലെ. ഓക്കെ, എ ബി സി ടുഗദർ എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര കിട്ടുക? 600 ആണ് കിട്ടുക. ആൻഡ് ടോട്ടൽ നമ്പർ ഓഫ് സിം കാർഡ് സോൾഡ് ബൈ കമ്പനി സി ഡി ഇ എന്നാണ് പറയുന്നത് അല്ലെ. അപ്പൊ സി ഡി ഇ എന്ന് പറയുമ്പോൾ നമുക്ക് എക്സാക്ട്ലി എന്ത് പറയാൻ പറ്റും? ഇവിടെ തന്നെ നോക്കിയാൽ മതി. 200, 140, 340 പ്ലസ് 180 എന്ന് പറയുമ്പോൾ 34 18 അല്ലെ, 52 ആണ് വരിക അല്ലെ. 520 ആണ് റിസൾട്ട് വരിക അല്ലെ. 520 ആണ് വരിക. അപ്പൊ ഇത് റേഷ്യോ ആകുമ്പോൾ നമുക്ക് എത്ര കിട്ടുക? 4 വന്നിട്ട് 15 ടൈംസ്, 4 വന്നിട്ട് 13 ടൈംസ് അല്ലെ. അപ്പൊ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുമ്പോൾ എത്ര കിട്ടുക? 15:13 എന്ന് പറയുന്ന റിസൾട്ട് ആണ് നമുക്ക് കിട്ടുക അല്ലെ. ഓക്കെ, ഇനി അടുത്തത് എ പോസ്റ്റ് പെയ്ഡ് സിം കാർഡ് ഫ്രം കമ്പനി ബി കോസ്റ്റ് 280 എന്നാണ് പറയുന്നത് അല്ലെ. അപ്പൊ ബിയിൽ പോസ്റ്റ് പെയ്ഡ് 280 ആണ്. ആൻഡ് പ്രീപെയ്ഡ് സിം കാർഡ് ഫ്രം ദ സെയിം കമ്പനി കോസ്റ്റ് 186 എന്നാണ് പറയുന്നത് അല്ലെ. ഫൈൻഡ് ദി ടോട്ടൽ റവന്യൂ ഏൺ ബൈ ദ കമ്പനി ബി എന്നാണ് പറയുന്നത്. അപ്പൊ ബിയില് പോസ്റ്റ് പെയ്ഡ് എത്രയാണ് നോക്കുക കേട്ടോ. അപ്പൊ ബിയില് പോസ്റ്റ് പെയ്ഡ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? എക്സാക്ട്ലി ബിയില് പോസ്റ്റ് പെയ്ഡ് എന്ന് പറയുമ്പോൾ 80 ആണ് വരിക അല്ലെ. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കൂ, ബിയില് പോസ്റ്റ് പെയ്ഡ് എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എത്ര വരിക? 80 നമ്പേഴ്സ് ആണ് സോൾവ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ബിയില് എന്ത് നോക്കണം നമ്മൾ? എക്സാക്ട്ലി പ്രീപെയ്ഡ് എത്രയാണെന്ന് നോക്കണം അല്ലെ. അപ്പൊ ബിയില് പ്രീപെയ്ഡ് എന്ന് പറയുന്നത് എത്ര നമുക്ക് കിട്ടിയിരിക്കുന്നത്? 160 ആണ് കിട്ടിയിരിക്കുന്നത് അല്ലെ. ബിയില് പ്രീപെയ്ഡ് എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര കിട്ടിയിരിക്കുന്നത്? 160 ആണ് കിട്ടിയിരിക്കുന്നത് അല്ലെ. അപ്പൊ ടോട്ടൽ റവന്യൂ എത്ര ജനറേറ്റ് ചെയ്യുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. അപ്പൊ ടോട്ടൽ റവന്യൂ എത്ര വരിക? 80 ഇൻറ്റു 280 ആണ് എന്തിൽ നിന്നും റിയലൈസ് ചെയ്യുന്നത്? എക്സാക്ട്ലി പോസ്റ്റ് പെയ്ഡിൽ നിന്നും റിയലൈസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും? പ്രീപെയ്ഡിൽ നിന്നും റിയലൈസ് ചെയ്യുന്ന എത്ര വരിക? 185 ഇൻറ്റു എത്ര വരിക? 160 ആണ് റിയലൈസ് ചെയ്യുന്നത് അല്ലെ. ഓക്കെ, ഇതാണ് റിയലൈസ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ 8 ഇൻറ്റു 28 എന്ന് പറഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ പറയാൻ പറ്റും 224 അല്ലെ. 224 ആണ് വരിക. 2 സീറോസ് കൺസിഡർ ചെയ്യണം. പ്ലസ് 185 ഇൻറ്റു 16 ആണ് ചെയ്യുന്നത് അല്ലെ. നമുക്ക് പെട്ടെന്ന് എങ്ങനെ ചെയ്യാൻ പറ്റും? 185 ഇൻറ്റു 10 നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. അപ്പൊ 185 ഇൻറ്റു 5 എന്ന് പറയുമ്പോൾ ഇതിന്റെ ഹാഫ് ആണ് വരിക. 185 ഇൻറ്റു 1 എന്ന് പറയുമ്പോൾ 185 തന്നെയാണ് വരിക അല്ലെ. അപ്പൊ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുമ്പോൾ എത്ര വരിക? ഈ ഒരു റിസൾട്ട് ആണ് വരിക അല്ലെ. അപ്പൊ 10, 18, 19 എന്ന് പറയുന്ന റിസൾട്ട് 1 + 1 2 ആണ് വരിക. 2960 ആണ് വരിക. ഒരു സീറോവും കൂടെ ആഡ് ചെയ്യണം അല്ലെ. That is 2960, 1 സീറോവും കൂടെ ആഡ് ചെയ്യണം അല്ലെ. അപ്പൊ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുമ്പോൾ എത്ര വരിക? 29 + 22 എന്ന് പറയുമ്പോൾ 51 വരും. 400 + 600 എന്ന് പറയുമ്പോൾ വീണ്ടും എത്ര വരിക? 1000 ആണ് വരിക. 51 + 1000 എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എത്ര വരിക? 52,000 എന്ന് പറയുന്ന റിസൾട്ട് ആണ് നമുക്ക് എക്സാക്ട്ലി കിട്ടുക അല്ലെ. നമുക്ക് കിട്ടുന്ന റിസൾട്ട്സ് എന്ന് പറയുന്നത് എത്ര വരിക? 52,000 ആണ് വരിക അല്ലെ. ഓക്കെ, ഇനി find the difference between the average number of the prepaid SIM cards sold by company A, B, D together and the number of the postpaid SIM cards sold by all the given companies together എന്നാണ് പറയുന്നത് അല്ലെ. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദി ആവറേജ് നമ്പർ ഓഫ് പ്രീപെയ്ഡ് സിം കാർഡ് ABD എന്നാണ് പറയുന്നത് അല്ലെ. ABDയുടെ ആവറേജ് പ്രീപെയ്ഡ് എത്രയെന്നാണ് നോക്കേണ്ടത് അല്ലെ. അപ്പൊ ABD എന്ന് പറയുമ്പോൾ എത്ര വരിക? 120, 160, 280, 280, 110 എന്ന് പറയുമ്പോൾ 390, 390/3 എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എത്ര വരിക? 130 എന്ന് പറയുന്ന റിസൾട്ട് ആണ് നമുക്ക് എക്സാക്ട്ലി കിട്ടുക അല്ലെ. ഓക്കെ, അത് മനസ്സിലാക്കുക. ആൻഡ് ദി ആവറേജ് നമ്പർ ഓഫ് പോസ്റ്റ് പെയ്ഡ് സിം കാർഡ് സോൾഡ് ബൈ ഓൾ ദ ഗീവൺ കമ്പനീസ് എന്നാണ് പറയുന്നത് അല്ലെ. ഓൾ ദ ഗീവൺ കമ്പനീസ് പോസ്റ്റ് പെയ്ഡ് എത്ര നോക്കുക കേട്ടോ. എത്ര വരെ? ഇപ്പോ 40 + 80 120, 120 + 70 190, 190
പ്ലസ് 30 220, 220 പ്ലസ് 40 എന്ന് പറയുമ്പോൾ 260 ആണ് വരിക. 260 upon 5 ആണ് വരിക അല്ലെ. അപ്പൊ 260 upon 5 എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എത്ര വരിക? എക്സാക്ട്ലി 52 എന്ന് പറയുന്ന റിസൾട്ട് ആണ് നമുക്ക് കിട്ടുക അല്ലെ. അപ്പൊ ഇത് രണ്ടും നമ്മളെ ഡിഫറൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്, വിച്ച് ഇസ് നത്തിങ് ബട്ട് എത്ര വരിക? 78 എന്ന് പറയുന്ന റിസൾട്ട് ആണ് നമുക്ക് കിട്ടുക അല്ലെ. ഓക്കെ, അപ്പോൾ ഇതൊരു മെമ്മറി ബേസ്ഡ് ആയിട്ടുള്ള പ്രോബ്ലം ആയിരുന്നു, RRB ക്ലർക്ക് മെയിൻസ് റിലേറ്റഡ് ആയിട്ടുള്ളത്. അപ്പോൾ വളരെ എളുപ്പമുള്ള പ്രോബ്ലംസ് ആയിരിക്കും കൂടുതലും RRB എക്സാംസിന് കൂടുതലും ഉണ്ടാവുക കേട്ടോ. പക്ഷെ കട്ട് ഓഫ് കുറച്ച് കൂടുതലായിരിക്കും, പക്ഷെ നമുക്ക് കേപ്പബിൾ ആവുന്ന പ്രോബ്ലംസ് ആയിരിക്കും കൂടുതലും RRB ബേസ്ഡ് ചോദിക്കാറുള്ളത്. അപ്പൊ എത്രത്തോളം പ്രാക്ടീസ് ചെയ്യുന്നു അത്രത്തോളം എഫക്റ്റീവായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എക്സാംസ് ക്ലിയർ ചെയ്യാനുള്ള ചാൻസസ് വളരെ ഹൈ ആണ് അല്ലെ. അപ്പൊ എല്ലാവർക്കും ഈ ഒരു സെഷൻ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു സെഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്ത് പോവുക. ഫർദർ ആയിട്ട് ഇങ്ങനത്തെ സെഷൻസ് ഉണ്ടാവുന്നതായിരിക്കും സൈലന്റ് ബാങ്കിങ്ങിന്റെ പ്ലാറ്റ്ഫോമിൽ നിന്നും. അപ്പൊ എല്ലാവരും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് പോവുക. അപ്പോൾ നെക്സ്റ്റ് സെഷനിലേക്ക് കാണുന്നവരെ എല്ലാവർക്കും ബൈ സ്റ്റുഡൻസ്. ഓക്കെ.